കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇവിടെയാണ് അവസാനിപ്പിച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞിൽ പോയി ഐസിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു, ആകെ ടയേർഡായി. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സൊക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു, ഒന്ന് ഉറങ്ങി എണീറ്റു. രാവിലെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ നന്നായി റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ എല്ലാ സിക്നെസ്സും റെഡി ആയി കേട്ടോ. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായി കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചപ്പോൾ സെറ്റായി. ഇപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി മണാലി ഒന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. പിന്നെ ഈ മഞ്ഞ് മലകൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ബാൽക്കണിയിൽ അതൊന്ന് നോക്കി കുറച്ച് നേരം നിന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നമ്മൾ റൂമൊക്കെ കാണിച്ചത്. ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യം. ഈ മുന്നിൽ കാണുന്നതാണ് അവിടുത്തെ കഫേ കേട്ടോ, കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഒരു ഫാമിലി കോട്ടേജ് ആയതുകൊണ്ട് തന്നെ 2 റൂമിൽ നിന്നും സെയിം ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. പുറത്തുനിന്ന് 2 റൂമിലേക്കുള്ള ആക്സസും ഉണ്ട്. ഹോട്ടൽ സുരഭി, ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. നല്ല പ്രോപ്പർട്ടിയാണ്. പിന്നെ മണാലിയിൽ രാവിലെയുള്ള ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ രാവിലെയുള്ള കാഴ്ചകൾ കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും തിരക്കിലാണ്. ഓരോരോ ആൾക്കാർ ഷോപ്പുകൾ തുറക്കുന്ന തിരക്ക്, അതുപോലെ തന്നെ സ്ട്രീറ്റുകൾ വൃത്തിയാക്കുന്ന ആൾക്കാർ ഒരു സൈഡിൽ കാണാം. മറ്റ് പല ആവശ്യത്തിനായിട്ട് ആൾക്കാർ തലങ്ങും വിലങ്ങും ഓടുന്നത് കാണാം. പിന്നെ കുറച്ച് ആൾക്കാർ സുഖമായി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് തണുപ്പ് ആസ്വദിക്കുന്നതും കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി, നമ്മളെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാണ്. നമ്മൾ ഇവിടുന്ന് ഇന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. മണാലി കണ്ടിട്ട് നമ്മളിന്ന് യാത്ര തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മണാലി കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം സെറ്റായി. ഇനി ഇവിടുന്ന് വിടണം. നമ്മൾ താമസിച്ച ഏരിയ ആണിത്. ഒരു ചെറിയൊരു സ്ട്രീറ്റാണ് കേട്ടോ. അവിടെ ഒരുപാട് കടകൾ കാണാം. കൂടുതലും ഫുഡിൻ്റെയും അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ് വിൽക്കുന്ന കടകളാണ് കൂടുതലായിട്ടുള്ളത്. ഫുഡിൻ്റെ കടകളെന്ന് പറയുന്നത് ചെറിയ നമ്മുടെ നാട്ടിലെ ചായക്കട പോലുള്ള ചെറിയ ചെറിയ കടകൾ, അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കിട്ടുന്ന കടകൾ തന്നെയാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് കോഫി ടീ ആണ് കൂടുതലും ഡിമാൻഡ്. എല്ലാവരും കൂടുതൽ ചൂസ് ചെയ്യുന്നത് തന്നെയാണല്ലോ തണുപ്പിന്. ഇത് മണാലിയിലെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും വണ്ടിയെടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ വയനാട്ടിലൊക്കെ കാണുന്നത് പോലെ നെയ്ത്ത് ചെയ്യുന്നത് കാണാം ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ. വയനാട്ടിൽ നമ്മൾ ഇങ്ങനൊരു വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ, നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ. അപ്പം മണാലിയിലും ഇങ്ങനെ നെയ്ത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണിത്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഗാർമെൻറ്റ്സിൻ്റെ ഷോറൂമും ഉണ്ട് കേട്ടോ. അങ്ങനെ നെയ്ത്ത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. മുകളിലുള്ള ഗാർമെൻറ്റ്സിൻ്റെ ഷോറൂമിലും പോയി. അവിടെ ഒന്നും നമുക്ക് പറ്റിയ ഡ്രസ്സുകളില്ല. ഒന്നാമത് തണുപ്പിനിടുന്ന ഡ്രസ്സുകളാണ്, മൈനസ് ടെമ്പറേച്ചറിലൊക്കെ ഇടുന്ന ഡ്രസ്സുകളാണ്. അത് വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാര്യമില്ല. കൊടും ചൂട്ടിൽ അത് ഇടാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല നമ്മുടെ നാട്ടിലെ പിന്നെ തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സും അല്ല, അത് ഭയങ്കര ചൂടെടുക്കുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഈ മണാലിയിൽ പാക്കേജിൽ വരുന്നവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു ബസ്സിൽ നിറയെ ആൾക്കാർ വന്നിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടടുത്ത് നമ്മളെ സ്വന്തം ടാറ്റാ സുമോ ഉണ്ട്. നമ്മൾ ഫുൾ ലോഡഡാണ്. മുകളിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ ഇവിടുന്ന് യാത്രയാവാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മണാലി മാർക്കറ്റിലാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുമുണ്ട്. ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ
ഒരു പാർക്കും കാണുന്നുണ്ട്. അവിടെ എന്തായാലും കയറാൻ നമുക്കിപ്പോൾ ടൈമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം, പിന്നെ ഈ മാർക്കറ്റ് ഒന്ന് ചുറ്റിയടിച്ച് കാണണം. ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. മണാലിയിൽ അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നോളൂ. അത്യാവശ്യം ഹിമാചൽ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ഡിഷ് തപ്പിയിട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, ഒന്ന് കയറണം. പിന്നെ ഹിമാചലിലെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഫൈൻഡ് ചെയ്യാണ്. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണിത്. പിന്നെ നോർത്തിൽ യാത്ര ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിക്ക് പോക്കറ്റ് പോലുള്ള സംഭവങ്ങൾ. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് ഇതുവരെ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഈ മാർക്കറ്റിലും നമ്മൾ ഇറങ്ങി നടന്നപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്നറിയില്ല. ബാക്കിയുള്ള എങ്ങനെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം. എന്തായാലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ യാത്രകൾ ഭയങ്കര സേഫായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നല്ല കുറച്ച് പർച്ചേസുകളൊക്കെ ചെയ്തിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഫ്ലാഗ് കാണുന്നൊരു സ്ക്വയർ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കാണ്. ഇതിൻ്റെ അടുത്ത് നമ്മളൊരു സംഭവം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ? വെയിറ്റ് ആൻഡ് സീ. ഇതാണ് കേട്ടോ നമ്മൾ കണ്ടെത്തിയത്. ഒരുപാട് നടന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്, ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ കണ്ടെത്തിയതാണ് മദ്രാസ് കഫേ. ഈ ഏരിയയിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ 1-2 സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയുള്ളൂ. അത് തൊട്ടടുത്ത് കണ്ടത് ഈ മദ്രാസ് കഫേ ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി. കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത്യാവശ്യം റേറ്റ് കത്തിയാണ്. ഞാനിപ്പോൾ മെനു നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ മദ്രാസ് കഫേയിൽ നിന്ന് നമ്മൾ കോഫിയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഇവിടെ എന്താണ് കാണാനുള്ളതെന്നൊക്കെ നോക്കണം. അതിനിടയ്ക്ക് ഒരു സ്റ്റാച്ചു കൂടി കണ്ടു, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്ചു. അതിൻ്റെ ബാക്കിൽ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. അത് അത്യാവശ്യം പിന്നെ നമുക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും കിടക്കുന്നില്ല, നേരെ വേറൊരു റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയിട്ട് വിടുകയാണ്. ഇന്ന് മിക്കവാറും ഫുഡ് ടൂറായിരിക്കും ഈ വീഡിയോയിൽ മൊത്തത്തിലുണ്ടാവും. അപ്പോൾ മറ്റൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോളെ ഭട്ടൂര്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ വെജിറ്റബിൾ പുലാവ്, ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് മണാലി മാർക്കറ്റിൻ്റെ ആ സർക്കിളിൻ്റെ ഒരു പിന്നെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഇത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ഇനി മാർക്കറ്റിലൂടെ തലങ്ങും വിലങ്ങും ഒന്ന് നടക്കണം. മാത്രമല്ല ഇന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. ബസ് കുറച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് ബസ്സിൽ പോകണം. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട് ഈ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മണാലി KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്നല്ല നമുക്ക് ബസ്, നമ്മുടെ പ്രൈവറ്റ് ബസ്സാണ്. അത് വേറൊരു സ്ഥലത്താണ്, വണ്ടി എടുത്തിട്ട് പോകണം.
അപ്പോൾ മാർക്കറ്റ് ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ഇത് അതിൻ്റെ ഉള്ളിൽ കുറേ ഗല്ലികളുണ്ട്. അതിൻ്റെ ഒരു ഗല്ലിയിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അത്യാവശ്യം ഫുള്ള് സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. വില പേശാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. കാരണം നന്നായിട്ട് ബാർഗെയിൻ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഏരിയ ആണ്, പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ബോംബെ ബീഡ, ഗുലാബ് ജാമുൻ, പാനിപൂരി അങ്ങനെയുള്ള കുറേ സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെയും ലഭ്യമാണ്, എല്ലാ നോർത്ത് ഇന്ത്യയിലെ പോലെയും. പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ ഇതൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നത് കാണുന്നുണ്ട് ഓപ്പണായിട്ട് വാങ്ങിച്ചിട്ട്. നമ്മളിത് ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഇന്ന് ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യേണ്ടത് കൊണ്ട് ഒന്ന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം വയറിന് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ യാത്ര മൊത്തം കുളമാണ്. അങ്ങനെ ടൈമായി. നമ്മുടെ ഡ്രൈവറുടെ കോൾ വന്നു. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് കേട്ടോ. മൂപ്പർ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ സ്പോട്ടിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെയും കാത്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ വണ്ടി വന്നു, നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സൈഡിലെ മലകളെ വ്യൂ ഒക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം 1 മണിക്കൂറുണ്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ബസ്സിലേക്ക് കയറ്റി എല്ലാം ലോഡ് ചെയ്ത് സെറ്റാക്കി പിന്നെ ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഓവർനൈറ്റ് ഫുള്ള് ബസ്സിലായിരിക്കും ഇന്ന്. ഡൽഹിയിലെത്തിയിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ബസ് കേട്ടോ. ഒരു വലിയ ബസ്സാണ്, ഏഷ്യാസ് ലാർജസ്റ്റ് ബസ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റൊക്കെയുള്ള രാത്രി അത്യാവശ്യം ഉറങ്ങാനൊക്കെ പറ്റിയ ബസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ ഇനി നാട്ടിലേക്കാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ യാത്ര നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് മറ്റൊരു യാത്രയുമായിട്ട് അടുത്ത് തന്നെ വരും. ബൈ ഫ്രം NMC Viewfinder. This is Naufal. Bye bye.